ഇപ്പോഴിതാ അമേരിക്കൻ മാധ്യമങ്ങളും മുൻ സൈനിക ജനറൽമാരും ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ പ്രധാനിയായ അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഇറാൻ അനുകൂല ഹൂതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയെന്നാണ്. ഹൂതികൾക്കെതിരായ നീക്കത്തിൽ അമേരിക്കൻ സൈന്യം അപകടകരമായ സ്തംഭനാവസ്ഥയിൽ പൂട്ടിയിടപ്പെട്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്നും ഹൂതികളെ ഫലപ്രദമായി തടയാൻ കഴിയില്ലെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങളും നിഗമനങ്ങളും വിലയിരുത്തി ബിസിനസ് ഇൻഡൈസർ പ്രധാനമായും പറയുന്നത് ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ലെന്നായിരുന്നു. $20,000 വിലയുള്ള ഡ്രോണുകൾ, ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ, സോവിയറ്റ് കാലഘട്ടത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചും ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റ വലിയ പ്രഹരമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡർ ചീഫ് ജനറൽ ജോസഫ് വോട്ടൽ വെളിപ്പെടുത്തുന്നത് ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമായിരുന്നു. ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാനിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ, പ്രൊഡക്ഷൻ സൈറ്റുകൾ, സ്റ്റോറേജ് സൈറ്റുകൾ, കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഹൂതികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയെ വെല്ലുവിളിക്കുന്നതുൾപ്പെടെ പെന്റഗണിന്റെ മറ്റ് ആഗോള മുൻഗണനകൾക്ക് കുറവുണ്ടാകുമെന്ന കാര്യവും ജനറൽ വോട്ടൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റസ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂതി വിരുദ്ധ ക്യാമ്പയിനായി കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക $2.5 ബില്യൺ ചെലവഴിച്ചതായാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഹൂതികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷക്കണക്കിനാണെന്നും ഒരു മിസൈൽ വിദഗ്ധനെന്ന നിലയിൽ ഹൂതികളുടെ വർദ്ധിച്ചു വരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയെന്നുമെന്നും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സസ്റ്റെയിൻമെന്റ് അണ്ടർ സെക്രട്ടറി ബിൽ ലാപ്ലൻഡ് വെളിപ്പെടുത്തുകയുണ്ടായി. ഹൂതികൾക്കിനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ഇസ്രായേൽ അമേരിക്ക ലിങ്ക്ഡ് വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. പാശ്ചാത്യ യുദ്ധക്കപ്പൽ വിന്യാസങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണവും ശരിക്കും ഇസ്രായേലിന്റെ അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയാണ് യഥാർത്ഥത്തിൽ താഴ്ത്തിക്കെട്ടിയിരിക്കുന്നത്. ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് തടഞ്ഞില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായ സൈനിക ശ്രമത്തേക്കാൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുവാൻ പോകുന്നതെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടർ വെളിപ്പെടുത്തുന്നത്. ഹൂതികളുടെ പ്രഹരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുള്ള സൈനിക പ്രശസ്തിയിലും ഉണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിയാണ് മുൻ ജനറൽ മാത്രമല്ല നിരവധി മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നത്. ഇത് യഥാർത്ഥത്തിൽ ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുമുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോമ്പാക്റ്റിംഗ് ടെററിസം സെന്റർ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതി മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കരിയറിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും യഥാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു. മാത്രമല്ല അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിയിലേക്കായിരുന്നു. നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവിശ്വസനീയമാണെന്നും മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ തുറന്നു പറഞ്ഞിരുന്നു. ഹൂതികളുടെ മിസൈലിന്റെയും ഡ്രോൺ ശേഷിയുടെയും വർദ്ധിച്ചു വരുന്ന ശക്തി ഇസ്രായേലും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പാലസ്തീൻ 2 എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ യഥാർത്ഥ ആയുധങ്ങളാണ്. അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂതികളും അടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാരിജാനി ഹൂതികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും തുടർന്നുള്ള എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തത്. റഷ്യയും ഇതിനൊപ്പം ചേർന്ന് ഹൂതികളെ മുൻനിർത്തി പുതിയ പോർമുഖം തുറക്കാനാണ് പ്രധാനമായും ശ്രമം നടത്തുന്നതും. വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂതികൾക്ക് നൽകുമെന്ന ഭയം അമേരിക്കയ്ക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട്. റഷ്യൻ ആയുധങ്ങൾ ഹൂതികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അമേരിക്കൻ മാധ്യമങ്ങൾ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നതും ഇതുതന്നെയാണ്.